ഇതുകൊണ്ടൊക്കെയെല്ലാം സുഖമില്ലാതിരിക്കുകയാണ്. ദൈവം തരുന്ന ആലോചന അറിയിക്കാൻ തക്കുന്ന ഈ രാത്രികാലം ഏൽപ്പിച്ചു തരികയാണ്. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഈ രാത്രികാലം ദൈവാത്മാവ് നമ്മളോട് എൻ്റെ നാവ് കൊണ്ട് സംസാരിച്ചാൽ നമുക്ക് ഒന്നും ലഭിക്കത്തില്ല. പരിശുദ്ധാത്മാവ് സംസാരിക്കാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം 4-ാം അധ്യായം. ന്യായാധിപന്മാരുടെ 4-ാം അധ്യായം 4 മുതൽ വായിച്ചു. ആ കാലത്ത് എപ്പിദോത്തിന്റെ ഭാര്യയായ ദബോര എന്ന പ്രവാചി ഇസ്രായേലിൽ ന്യായവാദിച്ചു. അവൾ എഫ്രയീം പർവ്വതത്തിൽ രാമയ്ക്കും ബദലിനും മധ്യേ ഉള്ള ദബോരയുടെ ഈന്തപ്പനയുടെ കീഴിൽ പാർത്തിരുന്നു. ഇസ്രായേൽ മക്കൾ ന്യായവിസ്താരത്തിന് അവളുടെ അടുക്കൽ ചെല്ലുക പതിവായിരുന്നു. അവൾ അമീനുവാമിന്റെ മകനായ ബാരാക്കിനെ കേദേശ് നഫ്താലിയിൽ നിന്ന് വിളിപ്പിച്ച് അവനോട്, നീ പുറപ്പെട്ട് താബോർ പർവ്വതത്തിൽ ചെന്ന് നഫ്താലിയുടെയും സബൂലിന്റെയും മക്കളിൽ 10,000 പേരെ കൂട്ടിക്കൊള്ളുക. ഞാൻ യാബീർ സേനാപതി സിസരിയെയും അവന്റെ രഥങ്ങളെയും സൈന്യത്തെയും കീശോൻ തൊട്ടരികെ നിന്റെ അടുക്കൽ കൊണ്ടുവന്ന് നിന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് ഇസ്രായേൽ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ബാരാക്ക് അവളോട്, നീ എന്നോടുകൂടെ വരുന്നില്ലെങ്കിൽ ഞാൻ പോകാം. എന്നോടുകൂടി വരുന്നെങ്കിൽ ഞാൻ പോകാം. നീ വരുന്നില്ല എങ്കിൽ ഞാൻ പോകയില്ല എന്ന് പറഞ്ഞു. അതിനവൾ, ഞാൻ നിന്നോടുകൂടെ പോരാം, എന്നാൽ നീ പോകുന്ന യാത്രയിൽ ഉണ്ടാകുന്ന ബഹുമാനം നിനക്ക് വരികയില്ല. യഹോവ സിസരിയെ ഒരു സ്ത്രീയുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ദബോര എഴുന്നേറ്റ് ബാരാക്കിനോട് കേദേശിലേക്ക് പോയി. എന്നാൽ ബാരാക്കിനോട് കേദേശിലേക്ക് പോയി. ബാരാക്ക് സബൂലിൽ നിന്ന് നഫ്താലിയെ കേദേശിൽ വിളിച്ചുകൂട്ടി അവനോട് 10,000 പേർ കഴിച്ചു. ദബോരയുടെ കൂടെ കഴിച്ചു. എന്നാൽ കേന്യനായ ഹേബർ മോശയുടെ അളിയൻ ഹോബാബിന്റെ മകളായ കേന്യയെ വിട്ടുപിരിച്ച കേദേശിനരിയുള്ള സാനനീമിലെ കരുവേലകം വരെ കൂടാരം അടിച്ചിരുന്നു. അഭിനോവാമിന്റെ മകനായ ബാരാക്ക് താബോർ പർവ്വതത്തിൽ കയറിയിരിക്കുന്നുവെന്ന് സിസരയ്ക്ക് അറിവ് കിട്ടി. സിസര തന്റെ 900 ഇരുമ്പ് രഥവുമായി തന്റെ എല്ലാ പടജനത്തെയും ജാതികളുടെ അരേശത്തിൽ നിന്ന് കീശാൻ തോട്ടിനരിയെ വിളിച്ചുകൂട്ടി. അപ്പോൾ ദബോര ബാരാക്കിനോട് പുറപ്പെട്ടു ചെല്ലുക, യഹോവ ഇന്ന് സിസരയെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. യഹോവ നിങ്ങൾക്ക് മുമ്പായി പുറപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ബാരാക്കും അവന്റെ പിന്നാലെ 10,000 പേരും താബോർ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങിച്ചെന്നു. യഹോവ സിസരയെയും അവന്റെ സകല രഥങ്ങളെയും സൈന്യത്തെയും ബാരാക്കിന് മുമ്പിൽ വാളിന്റെ ഭയത്തിനാൽ തോൽപ്പിച്ചു. സിസര രഥത്തിൽ നിന്നിറങ്ങി കാൽനടയായി ഓടിപ്പോയി ബാരാക്ക് രഥങ്ങളെയും സൈന്യത്തെയും ജാതിയുടെ ഹരോശത്ത് വരെ ഓടിച്ച് സിസരയുടെ സൈന്യമൊക്കെ വാളിന്റെ ഭയത്തിനാൽ വീണു. ഒരുത്തന് ശേഷിച്ചില്ല. നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ളതാണല്ലോ. സ്തോത്രം. ഒരുപാട് ശ്രേഷ്ഠ ദൈവദാസന്മാരെ പ്രസംഗിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് പരിശുദ്ധാത്മാവ് പറയുന്നതോട് നമുക്കൊന്ന് കേൾക്കാം. കർത്താവേ സ്തോത്രം. നീ വചനത്താൽ ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങളോട് ഓരോരുത്തരോട് ഇടപെട്ടുകൊണ്ടിരിക്കണം. അവിടുത്തെ കരുത്തിൽ ഞങ്ങളെ ഒരുമിച്ച് താഴ്ത്തുകയാണ്. പ്രഭുകളെല്ലാം ക്ഷമിച്ച് പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മധ്യ ഇറങ്ങി വരണമേ. ഞങ്ങളോട് ഈ വചനത്തിൽ കൂടെ സംസാരിക്കണം. ഞങ്ങൾ വിവിധമായ ഹല്ലേലൂയ ഭവനങ്ങളിൽ വന്നിരിക്കുകയാണ്. അവയെന്ന് ഞങ്ങൾക്ക് വേണ്ടുന്നത് ഈ രാത്രിക്കാലം തരുമാറാകണം. ഞങ്ങൾ നിന്റെ മക്കളാണ്. ഹല്ലേലൂയ. ഞങ്ങളുടെ തെറ്റുകളെല്ലാം ക്ഷമിച്ച് ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് അടിയനോട് പ്രാർത്ഥിക്കുന്നു. താഴ്ത്തി അപ്പന്റെ കരത്തിൽ തഴുന്നു. എല്ലാ നന്മകളാൽ നിറച്ചാട്ട് മഹത്വം എല്ലാ കൊച്ചിനിരിക്കട്ടെ. യേശു കർത്താവിന്റെ മുന്നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയാക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ദബോരയുടെ ഹല്ലേലൂയ പ്രവാചിയുടെ കാര്യം നമ്മൾ കേട്ടിട്ടുള്ളതാ. സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ ഹല്ലേലൂയ മക്കളെ, നമ്മൾ ഹല്ലേലൂയ എത്ര ഹല്ലേലൂയ സൈന്യ ബഹുത്വമായിരുന്നാലും ഏതെല്ലാം രീതിയിൽ ശത്രു നമ്മുടെ പിന്നാലെ വന്നാലും ഹല്ലേലൂയ ദൈവീക ശക്തിയുടെ ആഴം നമ്മളിൽ ഉണ്ടെങ്കിൽ, കർത്താവിന്റെ സാന്നിധ്യം നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ എത്ര ബലത്തോടെ സൈന്യം വന്നാലും
പരിശുദ്ധാത്മാവിന്റെ ആലോചനയും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ ഒരു ശത്രുവിനും നമ്മളെ ജയിക്കാൻ സാധ്യമല്ലെന്ന് ഈ വചനത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഹല്ലേലൂയ. അതിന്റെ 1-ാം അധ്യായം മുതൽ വായിച്ചാൽ യഹൂദ മരിച്ച ശേഷം ഇസ്രായേൽ മക്കൾ വീണ്ടും യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു. ഹല്ലേലൂയ, സ്തോത്രം. ഇസ്രായേൽ മക്കൾ അനിഷ്ടമായിട്ട് ചെയ്യുമ്പോൾ ഹല്ലേലൂയ കർത്താവ് അവരെ ഹല്ലേലൂയ സന്ദർശിക്കുവാൻ തക്കവണ്ണം ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവ് അവരോട് ഇടപെട്ടുകൊണ്ടിരുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ അവർക്ക് കർത്താവ് ഹല്ലേലൂയ യഹോവയ്ക്ക് അനിഷ്ടമായി ചെയ്ത് യഹോവ അവരെ അസേരിൽ വാണ കനാന്യ രാജാവായ യാവിന് വിറ്റുകളഞ്ഞു. ഹല്ലേലൂയ കനാന്യ ജാതീയനായ ഹല്ലേലൂയ ഹല്ലേലൂയ യാവിന് ഇസ്രായേൽ മക്കളെ വിറ്റു. ഹല്ലേലൂയ അവരുടെ അടിമകളായിട്ട് ഈ യാവ് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ഇസ്രായേൽ മക്കളെ ഹല്ലേലൂയ അവന്റെ അടിമകളാക്കി കൊണ്ടുപോയിരിക്കുകയാണ്. അവന്റെ സേനാപതി ജാതിയുടെ കാര്യത്തെ പാർത്തിരുന്ന സിസരയായിരുന്നു. അപ്പൊ ഓർക്കണം, അവന്റെ സേനാധിപതിയാണ് ഈ സിസര്. സ്തോത്രം. അത് നമ്മൾ കേട്ടിട്ടുണ്ട്. അവന് 50 ഹല്ലേലൂയ 900 രഥം ഹല്ലേലൂയ ഉള്ള രഥത്തിന്റെ 900 രഥം എവിടാണ് വായിച്ചത്? 900 ഇരുമ്പ് രഥമുണ്ടായിരുന്നു. 900 ഇരുമ്പ് രഥമുള്ളവനായിരുന്നു അവന്. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, സ്തോത്രം. നമ്മുടെ ഹല്ലേലൂയ പലപ്പോഴും നമ്മള് ഹല്ലേലൂയ നമ്മുടേതായ ജീവിതത്തില് ഹല്ലേലൂയ പ്രയാസങ്ങൾ പ്രതികൂലങ്ങൾ വരുമ്പോ ശത്രു നമ്മളോട് ഒന്നിനൊന്ന് ഹല്ലേലൂയ പോരാടുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഞാൻ എവിടെയാണ് എങ്ങനെയാണ് ഇതിന് ജയം പ്രാപിക്കുന്നത് കർത്താവ് എന്ന്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ നമ്മൾ പ്രവാചകരുടെ അടുക്ക് പോകാറുണ്ട്, പ്രവചനം നമ്മൾ കേൾക്കാറുണ്ട്, ആലോചന കേൾക്കാറുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ ഇസ്രായേൽ മക്കളുടെ കാലത്തും ഹല്ലേലൂയ അനവധി പ്രവാചകന്മാരാണ് ഇസ്രായേൽ ജനത്തെ രാജാക്കന്മാരെയാണ് നടത്തിക്കൊണ്ടിരുന്നത്. പ്രവാചകന്മാരുടെ ആലോചനയാണ് രാജാക്കന്മാർക്ക് പോലും ധൈര്യ ഉറപ്പും കൊടുത്തിരുന്നത്. ഇന്നത്തെ പ്രവാചകന്മാരുടെ കുട്ടി കള്ളത്തിലൊന്നും പറയുന്നവരല്ലായിരുന്നു. ഓർക്കണം കേട്ടോ. ഹല്ലേലൂയ. രാജാവിന്റെ ഭരണം രാജാവിന്റെ ഉള്ളത്തിലിരിക്കുന്നത് എപ്രകാരമെന്ന് ആരാഞ്ഞ് പറയുവാൻ ദൈവിക ശക്തി ഉയരത്തിൽ നിന്ന് ലഭിച്ചവരായിരുന്നു അന്നത്തെ പ്രവാചകൻ. ഹല്ലേലൂയ. അവരുടെ മുൻപിൽ നിൽക്കുവാൻ ഒരൊറ്റ വ്യക്തികൾക്ക് രാജാക്കന്മാര് ഹല്ലേലൂയ തിരിച്ചൊന്നും അവരോട് പറയത്തില്ല. നമുക്കറിയാമല്ലോ, ഏലിയാവ് എന്ന രാജാവിനോട് പറയുകയാണ്, രാജാവേ ആഹാവേ, ഞാൻ പറഞ്ഞിട്ടല്ലാതെ 3.5 വർഷം മഴ പെയ്യത്തില്ല. സ്തോത്രം. എന്ന് നമ്മൾ ഇവിടുത്തെ പ്രസിഡന്റിനോട് എന്ന് പറഞ്ഞേ. സ്തോത്രം. അപ്പോൾ തന്നെ ആളിനെ വിളിച്ച് നമ്മളെ ഹല്ലേലൂയ കൊണ്ടുപോകും. സ്തോത്രം വർത്താന്നും പറഞ്ഞു. ഹല്ലേലൂയ. അല്ലെ ഇവൻ ചാരനാ കൊല്ലാൻ വന്നിരിക്കാന്നും പറഞ്ഞു. കാരണം അന്ന് രാജാക്കന്മാരോട് അധികാരത്തോട് പറയുവാൻ സ്തോത്രം ദൈവത്തിന്റെ മക്കൾക്ക് ദൈവം അധികാരം കൊടുത്തിരുന്നു. ഇന്നത്തെ പോലല്ല അന്ന് കേട്ടോ. അന്ന് ഹല്ലേലൂയ സ്തോത്രം ജീവിതത്തിന്റെ ഹല്ലേലൂയ വലിയ ഉയർച്ചയ്ക്ക് കാറിനും കണ്ടുനില ഉണ്ടാക്കാനും നിലം വാങ്ങിക്കാനും ഹോസ്പിറ്റലിൽ പണിയാനും ഒന്നും അല്ല പ്രവാചകന്മാർ നടന്നിരുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ദൈവീക മഹത്വം വെളിപ്പെടുത്താൻ നടന്നതുകൊണ്ടാണ് അന്ന് ദൈവീക മഹത്വത്തിന് വിലയേറിയ ഹല്ലേലൂയ സ്ഥാനമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് രാജാക്കന്മാരൊക്കെ ചെന്ന് അധികാരത്തോട് പറയാൻ കഴിയും. രാജാവാകമാനങ്ങത്തിലേരി അവന്റെ മുമ്പിൽ കേട്ടോ. ഹല്ലേലൂയ സ്തോത്രം. അത്രമാത്രം ദൈവീക ഭയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഹല്ലേലൂയ ഈ ദെബോര എന്ന പ്രവാചകയും ഹല്ലേലൂയ ഇസ്രായേൽ മക്കൾക്ക് ഒരിട സമയം വരെ ന്യായപാലനം ചെയ്യുമായിരുന്നു. എന്ന് വെച്ചാൽ അവർ ചോദിക്കുന്നത് പറയുവാൻ, അവരെ ഹല്ലേലൂയ ഇന്നത് പറഞ്ഞു കൊടുത്ത് ആലോചന പറഞ്ഞു കൊടുത്ത് നടത്തുവാൻ അവർക്കൊരു അധികാരം ദൈവം കൊടുത്തിരുന്നു, ജനം കൊടുത്തിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. അവൾ ആ കാലത്ത് ലപ്പിദോ ഹല്ലേലൂയ ഈന്തപ്പനയുടെ കീഴിൽ ഹല്ലേലൂയ ഈന്തപ്പന എന്ന് പറയുന്നത് സ്തോത്രം ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു വൃക്ഷമാണ്. സ്തോത്രം. അതിന്റെ ഇല ഹല്ലേലൂയ നമുക്കറിയാവുന്ന പന അത് ഹല്ലേലൂയ തണലേകുന്നതാണ്. അത് ഹല്ലേലൂയ ജീവസത്തായ ഫലം പുറപ്പെടുവിക്കുന്നതാണ്. അതിന്റെ കീഴിലിരുന്നാണ് ഈ പ്രവാചകിയായ ദെബോര ന്യായപാലനം ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് ഇസ്രായേൽ മക്കൾ അവിടെ അടുക്കൽ കടന്നു ചെല്ലുമായിരുന്നു.
അങ്ങനെ ഇരിക്കുന്ന കാലത്ത് ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ ബരക്, ഹല്ലേലൂയ ഹല്ലേലൂയ. യാബിന്റെ അടിമകളായി വീണ്ടും ഇസ്രായേൽ മക്കൾ പാപം ചെയ്ത നിമിത്തം കർത്താവ് ഏൽപ്പിച്ചു കൊടുത്ത് യാബിന് അടിമകളായിട്ട്. ഹല്ലേലൂയ. അവന്റെ അടിമകളായിരിക്കുന്ന സമയത്ത് ഹല്ലേലൂയ അവരാകെ ഹല്ലേലൂയ ഹല്ലേലൂയ ഇവരിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഹല്ലേലൂയ ആലോചന ചോദിക്കാൻ ഈ പ്രവാചകന്റെ അടുക്കിലേക്ക് ചെല്ലുകയാണ്. ഹല്ലേലൂയ. ഓർത്തു നോക്കിയാൽ ഇവനോട് ജയിക്കാൻ അന്ന് ഈ ഇസ്രായേൽ മക്കൾക്ക് ഒരു തരത്തിലും ആളുബലമില്ല. അവർ ഹല്ലേലൂയ സ്തോത്രം, അവർക്ക് ഹല്ലേലൂയ അവരുടെ ദൈവം അവരുടെ പക്ഷത്തില്ല. പ്രിയമുള്ളവരെ, ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ എത്ര ബലമുള്ള ശത്രുക്കൾ വന്നാലും നമുക്ക് വിജയമുണ്ട്. സ്തോത്രം. യഹോവ നമ്മുടെ പക്ഷത്തില്ല എങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. ഈ രാത്രിക്കാലം ഒത്തുകൊള്ളണം. ദൈവം നമ്മുടെ പക്ഷത്തുണ്ടോ? നമ്മുടെ പക്ഷത്ത് കർത്താവ് വേണമെങ്കിൽ നമ്മൾ ദൈവീക ആലോചനയുള്ളവരായിരിക്കണം. നമ്മുടെ ദൈവീക ഹല്ലേലൂയ സ്തോത്രം സാന്നിധ്യം ലഭിച്ചവരായിരിക്കണം. നമ്മൾ സ്നാനപ്പെട്ടെന്ന് കണ്ടോ, നമ്മളൊരു ഹല്ലേലൂയ പെന്തക്കോസ്തുകാരെന്നുള്ള ആ ഹല്ലേലൂയ വിളിയുടെ അനുഭവം നമുക്കുണ്ടെന്ന് കണ്ടോ? ഹല്ലേലൂയ സ്തോത്രം. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ നമ്മൾ ഹല്ലേലൂയ അന്യഭാഷ പറഞ്ഞതുകൊണ്ടോ, ഞാൻ ഹല്ലേലൂയ നിങ്ങളോട് കുറെ തകർത്ത വചനം പറഞ്ഞതുകൊണ്ടോ ശത്രു വരുമ്പോ എനിക്ക് ജയിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഓർക്കണം, ശത്രു വരുമ്പോൾ നമ്മൾ വിറച്ചു പോകും. കാരണം ഹല്ലേലൂയ സ്തോത്രം വചനം ഹല്ലേലൂയ സ്തോത്രം ജയം തരത്തില്ല. ഓരോന്നിനും ഓരോ ഗുണമാണ് കേട്ടോ. ഹല്ലേലൂയ തലവേദനയുടെ ഗുളിക കഴിച്ചാൽ ക്യാൻസർ പോകത്തില്ല. സ്തോത്രം. വയറിളക്കത്തിന്റെ മരുന്ന് കുടിച്ചാൽ തലവേദന പോകത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ ഓരോന്നിനും ഓരോ ഗുണമാണുള്ളത്. വചനത്തിന്റെ ഗുണം വേറെ, ആ പ്രവചനത്തിന്റെ ഗുണം വേറെ. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ ആത്മാവിന്റെ ശക്തിയുടെ അനുഭവം വിവിധ രീതിയിൽ പ്രിയമുള്ളവരെ. ഹല്ലേലൂയ സ്തോത്രം. അതിനാൽ ഹല്ലേലൂയ അവര് ആലോചനയായി ഈ പ്രവാചകയുടെ അടുക്കലേക്ക് കടന്നു വരികയാണ്. അവൾ എന്ത് ആലോചന കൊടുക്കുന്നു? അവളിൽ ദൈവിക ശക്തി ഉണ്ടെന്ന് അവർക്കറിയാം. കാരണം അവൾ ഹല്ലേലൂയ സ്തോത്രം അവൾ ഇരിക്കുന്നിടത്ത് ചെല്ലുന്നവർക്ക് തണലേകുന്ന ഒരു അനുഭവത്തിലാണ് അവൾ ഇരിക്കുന്നത്. ഇന്ന് തണലേകുന്ന അനുഭവം ഹല്ലേലൂയ ഉണ്ടോ? നമുക്ക് നമ്മളെ തന്നെ ഓർക്കാം. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് ആർക്കെങ്കിലും തണലേകാൻ നമ്മളെ കൊണ്ട് കഴിയുന്നുണ്ടോ? ഹല്ലേലൂയ തീയമായ വേദനയോട്, ഹല്ലേലൂയ മാനസികമായ സംഘർഷത്തോടെ, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ നീറുന്ന അനുഭവത്തോടെ, ഹല്ലേലൂയ മാരകമായ രോഗത്തിന്റെ അനുഭവത്തോടെ, ഹല്ലേലൂയ വിവിധ അനുഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ പ്രിയമുള്ളവരെ, ദൈവമക്കളുടെ കടമയെ അവരെ ആശ്വസിപ്പിക്കാൻ എന്നുള്ളത്. ഹല്ലേലൂയ സ്തോത്രം. അതിനായിട്ടാണ് ഈ പ്രവാചകരെ വെച്ചിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ പ്രവചനം വിറ്റ് നന്മയുടെ അനുഭവത്തിലേക്ക് കടന്നു പോകുവാനല്ല. സ്തോത്രം. എന്നാൽ സ്തോത്രം ഒരു ദൈവമക്കളെങ്കിലും ഒരു ദൈവിക അനുഭവത്തിൽ പോകുന്നവരെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അവർക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ സ്വർഗീയ കരത്തിലാണ് അതിന്റെ ഹല്ലേലൂയ അനുഭവം ഇരിക്കുന്നത്. അല്ലാതെ ഹല്ലേലൂയ കർത്താവ് തരുന്ന ആലോചന വിറ്റ് ഹല്ലേലൂയ ധനമുണ്ടാക്കുന്നതല്ല പ്രവചനം എന്ന് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ പ്രിയമുള്ളവരെ, ഹല്ലേലൂയ അവൾ അവിടെ കടന്നു ചെല്ലുന്നവർക്ക് തണലേകത്തക്കതായ ഒരു അനുഭവത്തിന്റെ ഹല്ലേലൂയ അനുഭവത്തിലാണ് ആ ദെബോറ ഇരുന്നിരുന്നത്. ഹല്ലേലൂയ അവൾ ആ മലയിലല്ല ഇരുന്നിരുന്നത്, അവൾ ആ തോടിന്റെ ഇറമ്പിലല്ല ഇരുന്നത്, അവൾ വീടുകളിലല്ല കയറിയിരുന്നത്, അവളൊരു കൂട്ടത്തിലല്ല പോയിരുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ അവൾ പരസ്യയോഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴല്ല, അവൾ ഹല്ലേലൂയ സ്തോത്രം അവൾ ഇരുന്നണം ആശ്വാസം പകർന്നു കൊടുക്കുന്നിടമാണ്. അവിടെ ഇരുന്നിടത്തൊരു ആശ്വാസമുണ്ട്, അവിടെ ഇരുന്നിടത്തൊരു തണലുണ്ട്, അവിടെ ഇരുന്നിടത്ത് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ശരീരത്തെയും മനസ്സിനെയും സന്തോഷിപ്പിക്കുന്ന അനുഭവം ഫലമുള്ളടുത്ത ഹല്ലേലൂയ ഫലവത്തായ അനുഭവത്തിലാണ് അവൾ ഹല്ലേലൂയ ഇരുന്നിരുന്നത്. ഹല്ലേലൂയ സ്തോത്രം. പ്രിയമുള്ളവരെ, അവിടേക്ക് ഇസ്രായേൽ മക്കൾ അവരുടെ ആശ്വാസത്തിനായി കടന്നു. അവളുടെ ഹല്ലേലൂയ വാക്കുകൾ അവരെ മധുരിപ്പിക്കുന്നതാണ്. അവളുടെ ഹല്ലേലൂയ ആലോചന അവർക്ക് തണലേകുന്നതാണ്. സ്തോത്രം.
അങ്ങനെ കഴിഞ്ഞ അനുഭവത്തില് ഈ യാബിന്റെ അടിമകളായിരുന്ന അവരെ യാബ് ഞെരുക്കുവാൻ തുടങ്ങിയപ്പോൾ അവരാലേലുയ കർത്താവിലേക്ക് നോക്കി. ആ സമയം അവരുടെ പ്രവാചകരിലേക്ക് നോക്കി. അവരാലേലുയ പ്രവാചകരുടെ അടുക്കൽ ചെല്ലുകയാണ്. അവളുടെ ആലോചന കൊടുക്കുകയാണ്, നിങ്ങൾ കടന്നിയല്ല, പക്ഷെ ആളിന് യുദ്ധം ചെയ്യാം. നമുക്കറിയാമല്ലോ, ന്യായ വിസ്താരത്തിനായി അതിന്റെ 5 വായിച്ചാൽ അവൾ എഫ്രൈം പർവ്വതത്തിൽ രാമയ്ക്കും ബെഥന്യ മധ്യയുള്ള ദെബോരയുടെ ഈന്തപ്പനയുടെ കീഴിൽ പാർത്തിരുന്നു. ഇസ്രായേൽ മക്കൾ ന്യായ വിസ്താരത്തിനോട് അടുക്കൽ ചെല്ലുക പതിവായിരുന്നു. അവൾ അബീദാമിന്റെ മകനായ ബാരാക്കിനെ കേദേസ് നഫ്താലിയിൽ നിന്ന് വിളിച്ചു. അവനോട്, നീ പുറപ്പെട്ട് ദാബോർ പർവ്വതത്തിൽ ചെന്ന് നഫ്താലിയുടെയും സെബുലിന്റെയും മക്കളിൽ 10,000 പേരെ കൂട്ടിക്കൊള്ളാൻ. ബാരാക്കിനെ വിളിച്ചിട്ട് യുദ്ധത്തിന് ചെല്ലാൻ സ്തോത്രം ഈ ദെബോര വിളിക്കുകയാണ്. സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിന്റെ അനുഭവത്തില് നമുക്ക് പ്രതികൂലങ്ങൾ പ്രതിബന്ധങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ സ്തോത്രം യുദ്ധത്തിനുള്ള ആയുധം നമ്മളിൽ ഇല്ലെങ്കിൽ, നമ്മൾ സ്തോത്രം നമ്മുടെ കഴിവ് കൊണ്ട് നേടാൻ കഴിയാത്തത്, നമ്മുടെ ആയുധം കൊണ്ട് നേടാൻ കഴിയാത്തത്, നമ്മുടെ കായിക ബലം കൊണ്ട് നേടാൻ കഴിയാത്തത്, നമ്മുടെ ദൈവമായ കർത്താവിൽ ആശ്രയിച്ചാൽ നമുക്ക് അത്ഭുതകരമായി ജയം നേടുവാൻ കഴിയും. അതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അവള് ബാരാക്കിനെ വിളിച്ചു. അവള് പറഞ്ഞു, നഫ്താലിയും സെബുലൂനിൽ നിന്ന് 10,000 പേരെ കൂട്ടിക്കൊള്ളാൻ പറഞ്ഞു. സ്തോത്രം. ഓർത്തു നോക്കിക്കേ, 900 ഇരുമ്പുരഥമുള്ള സിസരയോട് ജയിക്കുവാൻ, അതിന്റെ സൈന്യമുള്ള സിസരയോട് ജയിക്കുവാൻ കേവലം 10,000 പേരുമായിട്ട് ബാരാക്ക് പുറപ്പെടുവാൻ ദെബോറ പറയുകയാണ്. അവനിങ്ങനെ ചിന്തിച്ചു കാണും, ഞാൻ തോറ്റ് തീർച്ചയായിട്ടും ആ സിസരയുടെ ഇരുമ്പ് രഥത്തിന്റെ കീഴിൽ ഞാൻ അമർന്നു പോകും. സ്തോത്രം. അവൻ പറയുന്നു, നീ ഇവിടെ വരുന്നെങ്കിൽ ഞാൻ യുദ്ധത്തിന് പോകാം. സ്തോത്രം. ഓർക്കണം, നമ്മളിലുള്ള ബലം എവിടെയാണ്? നമ്മൾ യുദ്ധത്തിന് പോകുമ്പോ പ്രവാചകരെ തിരക്കുമോ? ദൈവദാസന്മാര് നമ്മളോടുകൂടെ വരുമോ? സ്തോത്രം. കൂട്ട് സഹോദരങ്ങൾ നമ്മളോടുകൂടെ ഇരിക്കുമോ? പ്രിയമുള്ളവരെ, ഓർക്കണം, നമ്മുടെ ദൈവമായ കർത്താവ് മാത്രമാണ് നമ്മൾ ഈ ലോക ശത്രുക്കളുമായുള്ള യുദ്ധത്തിന് ജയം തരുന്നത്. ഒരു കൂട്ട് സഹോദരങ്ങൾ വന്നാൽ നമുക്ക് ജയം ലഭിക്കത്തില്ല. പ്രവാചകര് വന്നാൽ നമുക്ക് വിടുതൽ ലഭിക്കത്തില്ല. ദൈവദാസന്മാർ നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ വിടുതൽ ലഭിക്കത്തില്ല. നമ്മുടെ ദൈവമായ കർത്താവ് നമ്മളോട് കൂടെ ഇരുന്നാൽ നമുക്ക് ജയമുണ്ട്, നിശ്ചയമാണ്. സ്തോത്രം. യഹോശാഫാത്ത് യുദ്ധത്തിന് പോയി ആഹാബുമായിട്ട്. ഓർക്കണം, സ്തോത്രം. ഹിസ്കിയാവ്, നമുക്കറിയാം, ഇവരൊക്കെ യുദ്ധത്തിന് പോയി. പക്ഷെ ഇവർക്കാർക്കും യുദ്ധം ജയിക്കുവാൻ കഴിയാത്ത അനുഭവത്തിലുള്ളവരായിരുന്നു. നമ്മൾ കേട്ട് ആഹാബ് പോയപ്പോൾ 400 പ്രവാചകന്മാര് പറഞ്ഞ ആലോചനയൊക്കെ നമുക്കറിയാം. ഓർക്കണമേ, ഹിസ്കിയാവും സ്തോത്രം യുദ്ധം കണ്ടപ്പോ ഭയന്നുപോയി. അവന്റെ ദൈവമായ യഹോവയോട് നിലവിളിച്ചു, കർത്താവേ, ഞാൻ എന്ത് ചെയ്യും? ഈ യുദ്ധത്തിന് ജയിക്കുവാൻ എനിക്ക് കഴിയത്തില്ല. നമ്മുടെ പ്രയാസങ്ങളില്, നമ്മുടെ പ്രതികൂല സാഹചര്യങ്ങളില് നമ്മളവരെ നമ്മൾ ഇതുപോലൊക്കെ ചിന്തിച്ചിട്ടിരിക്കും. ഞാൻ എങ്ങനെയാണ് ഈ കഷ്ടതയെ തരണം ചെയ്യുന്നത്? ഞാൻ ഈ പ്രതികൂലത്തെ എങ്ങനെയാണ് തരണം ചെയ്യുന്നത്? ഈ വെല്ലുവിളിയെ എങ്ങനെയാണ് തരണം ചെയ്യുന്നത്? നമ്മളൊരു കൂട്ടം ദൈവമക്കളുമായിട്ട് ചെന്ന പ്രിയമുള്ളവരെ വിടുതൽ കിട്ടത്തില്ല. ഓർക്കണം, ഞാൻ അവിടെ നിന്നോട് പ്രവചനം പറഞ്ഞാൽ എനിക്ക് വിടുതൽ കിട്ടത്തില്ല. എന്റെ ദൈവമായ യഹോവ എന്റെ കൂടെ ഉണ്ടോ എന്ന് ഞാനൊന്ന് നോക്കണം. ഓർക്കണമേ, നമ്മുടെ ദൈവമായ യഹോവയുടെ വ്യക്തമായ സാന്നിധ്യമാണ് നമുക്ക് വിജയം തരുന്നത്. അവൻ 900 രഥം കണ്ട പേടിച്ചു പോകുവാനാണ്. അവനെ ധൈര്യപ്പെടുത്തുവാൻ ആരും അവനോട് കൂടെയില്ല. അവനറിയാം, നഫ്താലിയും സെബുലൂനും ഒന്നും ഈ ധൈര്യമൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. സ്തോത്രം. അവൻ അതുപോലുള്ള സൈന്യ ബലവുമുണ്ട്. ദെബോറ പറഞ്ഞു, നീ ഒരു കാര്യം
ഇവരെ കൊണ്ടുപോകാം, ഇവരെ കൊണ്ടുപോയി യുദ്ധം ചെയ്യാൻ. ഹല്ലേലൂയ, സ്തോത്രം. വ്യക്തമായ ആലോചന അവൾ ദൈവാത്മാവിൽ നിന്ന് കൊടുത്തു. ഹല്ലേലൂയ, നീ കടന്നു പോകണം അവിടെ. ഹല്ലേലൂയ, സ്തോത്രം. ഇന്നതുപോലെ ചെയ്യണമെന്ന്. പക്ഷെ ഒരു കാര്യം ബാലാക്ക് പറഞ്ഞു, നീയോട് എന്റെ കൂടെ വരണം. നീ എന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും അറിയാം ഞാൻ യുദ്ധത്തിൽ ജയമെടുക്കും. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവള് പറഞ്ഞു, ഹല്ലേലൂയ, യുദ്ധത്തിൽ ജയമെടുക്കണമെങ്കിൽ അത് നിന്റെയൊക്കെ കിട്ടേണ്ടതായ മാന്യത എനിക്ക് കിട്ടും. ഹല്ലേലൂയ, അതുകൊണ്ട് നീ ഒന്ന് യുദ്ധം പഠിക്കണം, നീ ഒന്ന് യുദ്ധം പഠിക്കണം. ഹല്ലേലൂയ, തന്നെത്താനെ നീ യുദ്ധം പഠിച്ചെങ്കിൽ ഇതിലും വലിയ യുദ്ധം വരുമ്പോൾ നിനക്ക് ജയിക്കാൻ പറ്റത്തുള്ളൂ. സിസ്രയോട് ജയിച്ചെങ്കിൽ നിനക്ക് മറ്റൊരു യുദ്ധത്തേക്ക് കടക്കുമ്പോൾ നീ ഭയപ്പെടാതെ നിൽക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ബാലാക്കിനോട് പറഞ്ഞു, നീ ഹല്ലേലൂയ ഈ 10,000 പേരെയും കൊണ്ട് യുദ്ധത്തിന് പോകുവാൻ. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് രാത്രികാലം ആത്മാവ് നമ്മളോട് ചോദിക്കുകയാണ്, നീ യുദ്ധത്തിന് എത്ര ജനം വന്നാലും നിനക്ക് യുദ്ധത്തിന് നിൽക്കുവാൻ ധൈര്യമുണ്ടോ? ഹല്ലേലൂയ, സ്തോത്രം. കാരണം ഇന്ന് കർത്താവ്, ദൈവമായ കർത്താവ് നമ്മളോട് കൂടെ ഉണ്ടോ? പ്രിയമുള്ളവരെ, ഈ ലോകം നമ്മുടെ യുദ്ധക്കളത്തിലാണ് ദൈവമക്കൾ നിൽക്കുന്നത്. പല വിധത്തിലുള്ള യുദ്ധം നമുക്ക് നേരിടേണ്ടതുണ്ട്. സാത്താനോട് യുദ്ധമുണ്ട്, ശത്രുവിനോട് യുദ്ധമുണ്ട്. ഹല്ലേലൂയ, രോഗത്തോട് യുദ്ധമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, നമുക്ക് ജയിക്കുവാൻ കഴിയുമോ? ഈ രാത്രികാലം ആത്മാവ് ചോദിക്കുകയാണ്. രോഗം വരുമ്പോൾ നമ്മൾ ഹല്ലേലൂയ, സ്തോത്രം നിലവിളിക്കാറുണ്ട്. എനിക്ക് മരിക്കാനാണോ ജീവിക്കാനാണോ? സ്തോത്രം. ഹല്ലേലൂയ, പ്രിയമുള്ളവരെ, ഞാൻ ഹല്ലേലൂയ രാത്രികാലം പറയുകയാണ്, നമ്മുടെ കർത്താവുമായി ബന്ധമുണ്ടെങ്കിൽ ഏത് രോഗം വന്നോട്ട് ഹല്ലേലൂയ നമ്മൾ പോകുന്ന എവിടെയാണെന്ന് നമുക്ക് നിശ്ചയം വേണം. ഈ രാത്രിക്കാലം നമുക്ക് നിശ്ചയം വേണം, ഞാൻ എവിടെയാണ് പോകുന്നത്. ഹല്ലേലൂയ, വിളിച്ചവൻ ആരാണ്? ഹല്ലേലൂയ, എന്നെ വിളിച്ചതാരാണ്? ഹല്ലേലൂയ, ബോധമുണ്ടെങ്കിൽ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. ഏത് ഹല്ലേലൂയ രോഗത്തിന്റെ ഹല്ലേലൂയ യുദ്ധം, രോഗം നമ്മളോട് ഹല്ലേലൂയ എതിരിട്ട് കൊള്ളട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ശത്രു നമ്മളോട് എതിരിട്ട് കൊള്ളട്ടെ. നമ്മളോട് കൂടെ ഇരിക്കുന്നത് ആരെന്ന് നമുക്ക് സ്വാലയ ബോധമുണ്ടോ? ഇന്ന് രാത്രിക്കാലമായി നമ്മൾ ചോദിക്കുകയാണ്, നമ്മൾ ആരെയാണ് സ്വീകരിച്ചിരിക്കുന്നത്? നമ്മൾ ബലമില്ലാത്തവരെയാണോ? മരിച്ച ദൈവങ്ങളെയാണോ? മരിച്ച മനുഷ്യരെയാണോ? ഹല്ലേലൂയ, സ്തോത്രം. എന്റെ ദൈവത്തിന് ഹല്ലേലൂയ ശക്തിയില്ലയോ? എന്റെ ദൈവത്തിന് ബലമില്ലയോ? എന്റെ ദൈവത്തിന്റെ ഹല്ലേലൂയ ആജ്ഞയ്ക്ക് അധികാരമില്ലയോ? ഹല്ലേലൂയ, എന്റെ ദൈവം ഹല്ലേലൂയ അധികാരം ഹല്ലേലൂയ നിറഞ്ഞ ദൈവമാണ്. അവൻ ഹല്ലേലൂയ അരുളി ചെയ്താൽ അപ്രകാരം സംഭവിക്കും. എങ്കില് ഹല്ലേലൂയ നമ്മൾ പേടിക്കുന്ന എന്തിനാണ്? ആ രോഗാത്മാവിനോട് അധികാരത്തിൽ നമുക്ക് പറയുവാൻ ഹല്ലേലൂയ നമ്മൾ അധികാരം പ്രാപിച്ചിരിക്കണം. അധികാരമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഹല്ലേലൂയ എന്തിനേയും ജയിക്കുവാൻ കഴിയത്തുള്ളൂ. അധികാരം പ്രാപിച്ച മോശയാണ് ചെങ്കടലിനെ വിഭാഗിച്ചത്. അധികാരം പ്രാപിച്ച ഹല്ലേലൂയ പ്രഭുക്കന്മാരും പുരോഹിതന്മാരും യോശുവയും കാലേബുമാണ് യോർദാനെ വിഭാഗിച്ചത്. ഹല്ലേലൂയ, സ്തോത്രം. അധികാരമുണ്ടോ? ഇന്ന് രാത്രികാലം നമ്മളെ ശോധന ചെയ്യാം. പ്രിയമുള്ളവരെ, സ്തോത്രം. നമ്മളൊരു ദൈവമക്കൾ എന്ന് പറഞ്ഞത് കൊണ്ടായില്ല, നമുക്ക് ചില അധികാരങ്ങൾ കർത്താവ് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. കർത്താവ് ശിഷ്യന്മാരോട് പറയാണ്, നിങ്ങൾ ഭൂതത്തെ പുറത്താക്കും, രോഗബന്ധനങ്ങളെ അഴിക്കും. ഹല്ലേലൂയ, സ്തോത്രം. പാമ്പിനെയും തേളിനെയും ചവിട്ടും. ഹല്ലേലൂയ. എന്താണ് ഈ പാമ്പ്? അതാണ് ശത്രു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ രോഗബന്ധനത്തെ അഴിക്കും. അപ്പൊ രോഗബന്ധനം ഒരു കെട്ട. സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ഓർക്കണം, കെട്ടി മുറുക്കുന്നതാ രോഗമെന്ന് പറയുന്നത്. അതിനെ അഴിക്കാൻ അധികാരം തന്നിട്ടുണ്ട്. വല്ലപ്പോഴുമെങ്കിലും ഒന്ന് നോക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ഈ അധികാരം എന്നിലുണ്ടോ എന്ന്. ഒരു തലവേദന വരുമ്പോൾ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് നോക്കണം. ഈ തലവേദന ഇന്ന് പോകണം, ഇതെന്ന് മാറണം. കാരണം നീ എനിക്ക് അധികാരം തന്നിട്ടുണ്ട്, നിലാലയിലെ രോഗം തന്നെ വഴിക്കാമെന്ന്. കർത്താവെ, അങ്ങനെയെങ്കിൽ ഈ കാണുന്ന പാരസെറ്റമോളും ഗിറ്റാമോളും ഒന്നും കഴിക്കാനല്ലോ നീ ഞങ്ങളോട് പറഞ്ഞത്. അന്നോ അല്ല. അങ്ങനെയെങ്കിൽ ഇപ്പോൾ തന്നെ ആ തലവേദന മാറത്തക്ക അധികാരശക്തി എന്റെ മേൽ പകരണം. ഹല്ലേലൂയ, സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മൾ വെറുതെ ദൈവത്തിന്റെ നാമത്തിൽ ഇറങ്ങി തിരിച്ചിട്ട് ഒന്നും പ്രാപിക്കാത്തവരെ പോലെ പോകരുത്. ഹല്ലേലൂയ. ഈ വീട് നിനക്കാണെന്ന് പറഞ്ഞ് പണിതിട്ടിട്ട്
താക്കോല് പൊട്ടിക്കൊണ്ട് പോയാൽ ഈ വീട് കണ്ടതുകൊണ്ട് പ്രയോജനമില്ല. അത് കയറി പാർത്ത് ആ വീടിന്റെ അനുഭവത്തെ രുചിച്ചറിയുന്ന ഒരു വ്യക്തിക്കാണ് ആ വീട് ലഭിച്ചതുകൊണ്ടുള്ള സന്തോഷമുള്ളത്, വിടുതലുള്ളത്, അനുഗ്രഹമുള്ളത്. രാത്രികാല സ്വർഗ സിയോനിന് സ്വർഗീയ വാസസ്ഥലത്ത് സകല അനുഭവങ്ങളും നമുക്ക് തന്നിരിക്കുമ്പോൾ ഒന്നും ലഭിക്കാത്തവരെ പോലെ ഈ ലോകത്തില് ആയിരിക്കാനല്ല പ്രിയമുള്ളവരെ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. രാത്രിക്കാലം ഓർക്കണമേ, ഈ അധികാരശക്തി നമ്മൾ പ്രാപിക്കണം. ഹല്ലേലൂയ. ഏത് രോഗമായിരുന്നാലും ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ 19 വർഷക്കാലം കഴിഞ്ഞ് ഈ അമേരിക്കയിലുണ്ട്. ആദ്യ സമയം ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ആദ്യമേ ഞാൻ 95 വിസിറ്റിങ്ങിന് വന്ന അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞിട്ടാണ്, കർത്താവേ ഞാൻ അമേരിക്കയിലോട്ട് കടന്നു പോയാണ്. പക്ഷെ ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുണ്ട്, അമേരിക്കയിലെ ഒറ്റ ഹോസ്പിറ്റലിൽ കയറുവാൻ നീ എനിക്ക് ഇടയാക്കരുത്. കാരണം എനിക്കവിടെ ഹല്ലേലൂയ ഞാനൊരു വിസിറ്റിങ്ങിനായിട്ട് കടന്നു പോയാണ്. മറ്റൊന്നും എനിക്ക് അവിടെ ചെന്ന് ഒരു പാകറ്റില്ല അവിടുത്തെ ഹോസ്പിറ്റലിൽ നിന്ന് ആലയിലെ മരുന്ന് വാങ്ങിക്കുവാൻ. അതുകൊണ്ട് നല്ല വൈദ്യനായ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കി തരണം. ഹല്ലേലൂയ, സ്തോത്രം. പ്രിയമുള്ളവരെ, ഇന്ന് വരെ എന്നെ കർത്താവ് താങ്ങി. നാളത്തെ എനിക്കറിയത്തില്ല, അത് കർത്താവിന്റെ കരുത്തിലാണ്, എന്റെ വിശുദ്ധി കൊണ്ടല്ല, അവൻ എന്നോടുള്ള മഹാദയ കൊണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. തന്റെ മക്കൾ എന്ത് ചോദിച്ചാലും കൊടുക്കാനും തയ്യാറാണ്. നമുക്ക് അധികാരം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ആ അധികാരത്തോടെ അതേപോലെ പറഞ്ഞത് സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ ഹല്ലേലൂയ കടന്നു പോകാൻ. ആത്മാവുണ്ടോ നമ്മളില്? സ്തോത്രം. രാത്രിക്കാലം ഓർക്കണം, ആത്മാവുള്ള ഹല്ലേലൂയ ഏലിശയാണ്. ഏലിയ വെടുക്കപ്പെട്ടപ്പോൾ അവന്റെ കൃപയുടെ പുതപ്പ് വീണതു നിമിത്തമാണ് അവൻ യോർദാൻ കടക്കുവാൻ കഴിഞ്ഞത്. ഇന്ന് രാത്രിക്കാലം ആത്മാവ് ചോദിക്കുകയാണ്, നമുക്ക് ഈ പുതപ്പുണ്ടോ? ഈ പുതപ്പില്ല എങ്കിൽ ഇന്ന് രാത്രിക്കാലം ആ പുതപ്പ് വാങ്ങിക്കൊള്ളണം കേട്ടോ. ഇല്ലെങ്കിൽ ഒരു യോർദാൻ കടന്നു വരും, അന്ന് ഭയപ്പെടേണ്ടി വരും. ഹല്ലേലൂയ. ആത്മാവ് നമ്മളോട് ഇന്ന് രാത്രിക്കാലം സംസാരിക്കുക. ഈ പുതപ്പിന്റെ കൃപയുടെ പുതപ്പ് എനിക്കും നിങ്ങൾക്കുമില്ലെങ്കിൽ ഒരിക്കൽ പോലും ഈ യോർദാൻ പിൻവാങ്ങുമെന്ന് ഓർത്തു പോകരുത്. ഹല്ലേലൂയ. കളിയാക്കുന്ന 50 പ്രവാചകന്മാർ നിൽക്കുമ്പോൾ എലിശായിക്കൊന്നറിയാം, എന്റെ കയ്യിൽ ആ കൃപയുടെ പുതപ്പുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഈ യോർദാൻ കടക്കും. ഹല്ലേലൂയ. ഓർക്കണം പ്രിയമുള്ളവരെ, രാത്രികാലം ആത്മാവ് നമ്മളോട് സംസാരിക്കുകയാണ്. നമ്മൾ ഹല്ലേലൂയ ആ കൃപയുടെ പുതപ്പ് നമ്മൾ വാങ്ങിച്ചു കൊള്ളണം. അധികാരത്തിന്റെ ശക്തി നമ്മൾ പ്രാപിച്ചു കൊള്ളണം. എങ്കിൽ മാത്രമേ ഒരു ക്രിസ്ത്യ ജീവിതം അതിന്റെ അനുഗ്രഹത്തോടെ കൊണ്ടുപോകാൻ കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. കേൾവിയല്ല, സ്ഥാനമല്ല, മാനമല്ല, സ്തോത്രം. എതിരേൽപ്പല്ല, പൊട്ടിഘോഷിക്കുകയല്ല, ദൈവിക ശക്തിയെ നോക്കിക്കൊള്ളണം. ദൈവിക ശക്തി ഒരു കസേരകളിയല്ല, ഒരു സ്ഥാനവും മാനവുമല്ല. അവന് മാനമാണ് ദൈവിക ശക്തി, സ്ഥാനമല്ല കേട്ടോ. ഹല്ലേലൂയ. ഓർക്കണം, ഞാനും നിങ്ങൾ ഒരു ദൈവ പൈതലെങ്കിൽ ഹല്ലേലൂയ ആരും മാനിക്കാനല്ല, ദൈവത്തിന്റെ അധികാര ശക്തി നമ്മളോട് പ്രയോഗിക്കുന്നത്. ആരും സ്ഥാനം തരാനല്ല, ആരുടെയും മാന്യത നമുക്ക് ആവശ്യമില്ല. നമ്മുടെ ഹല്ലേലൂയ മാന്യത സ്വർഗത്തിലെ ദൈവത്തിന്റെ പക്കലാണ്. ഹല്ലേലൂയ, സ്തോത്രം. ആ നല്ല യജമാനന് ഹല്ലേലൂയ, സ്തോത്രം. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് വിശ്വസ്തയോടെ ചെയ്തു തീർത്ത് അവന്റെ അടുക്ക കടന്നു ചെല്ലുമ്പോൾ വിശ്വസ്തദാസനെ ദാസിയെ എന്ന് വിളിച്ച് നമുക്ക് തരാനുള്ള പ്രതിഫലം വാങ്ങുമ്പോഴാണ് പ്രിയമുള്ളവരെ നമ്മൾ ഒരു ക്രിസ്തീയ ജീവിതത്തിന് പൂർണ്ണത പ്രാപിച്ചെടുക്കുന്നത്. ഇല്ല, വെറുതെ നമ്മൾ ലോകത്തിൽ ഓടുക കേട്ടോ, വെറുതെ നമ്മൾ ഓടിപ്പോകുക. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ദുഷ്ടൻ വന്നാൽ അവനെ ഓടിക്കാനുള്ള അധികാരമില്ലെങ്കിൽ എന്താ പ്രശ്നം? ഒരു പാമ്പ് കയറി വന്നാൽ അതിനെ തല്ലിക്കൊല്ലാനുള്ള വഴിയില്ലെങ്കിൽ ഷൂസ് എന്നും പറഞ്ഞൊക്കെ ഓടിച്ചു കളഞ്ഞാൽ നാളെയും ആ പാമ്പ് കയറി വരും. പഴുത് കിട്ടിയാൽ നാളെയും ആ പാമ്പ് വീട്ടിൽ കയറി. എന്നാൽ ഹല്ലേലൂയ അധികാരത്തോടെ നമ്മുടെ മക്കൾ വടിയുണ്ടെങ്കിൽ അതെ അടിച്ചതിന്റെ തല തകർത്ത് കളയണം. ഒരിക്കലും പിന്നെ അതിനെ പേടിക്കേണ്ട കാര്യം. ക്രിസ്തീയ ജീവിതത്തിന്റെ അനുഭവം പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങൾ ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ, ഞാൻ നിങ്ങൾ ഒരു ദൈവ പൈതലാണെങ്കിൽ അധികാരത്തിന്റെ വടി
അധികാരത്തിന്റെ പുതപ്പ്, ആ കൃപയുടെ അങ്കി ഞാനും നിങ്ങളും പ്രാപിച്ചെടുക്കണം. ഹല്ലേലൂയ, സ്തോത്രം. അതാണ് നമ്മളെ ഈ ഭൂമിയിൽ വലിയവരാക്കുന്നത്. അതാണ് മാന്യത. സ്തോത്രം. നിങ്ങൾ ഓർത്ത് നോക്ക്, സകല ഡിഗ്രിയും പഠിച്ച സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ടെന്നിരിക്കട്ടെ. ഒരു മൂക്കമ്പാമ്പ് വീട്ടിൽ കയറി വന്നാൽ സർട്ടിഫിക്കറ്റ് എടുത്തൊന്ന് കാണിച്ചാൽ മൂക്കമ്പാമ്പ് തിരിച്ചു പോകുമോ, മാറിപ്പോകുമോ? ഹല്ലേലൂയ. ഒരു സാത്താൻ കടന്നു വന്നിരിക്കട്ടെ, ഈ സർട്ടിഫിക്കറ്റ് നിങ്ങളൊന്നെടുത്ത് കാണിച്ചേ, അത് മാറിപ്പോകുമോ സാത്താൻ? അതേസമയം നമ്മുടെ കയ്യിലുള്ള ആ കൃപയുടെ അടി അല്ലെ ആ അങ്കി ഒന്ന് പാലര കുടഞ്ഞൊന്ന് എഴുന്നേറ്റ്, ശക്തിയോടൊന്ന് എഴുന്നേറ്റ്, അവൻ പമ്പ കിടക്കും സാത്താൻ. ഏത് സാത്താനായിരിക്കുന്നത് ഒരു കൂട്ടമായി വന്നോണ്ട് ഇന്ന് രാത്രിക്കാലം വെല്ലുവിളിക്കുകയാണ്. ഹല്ലേലൂയ. ഞങ്ങൾ സേവിച്ച് നിൽക്കുന്ന ദൈവത്തിന്റെ മക്കൾ ശക്തി ഞങ്ങളുടെ മേലുണ്ട്. ഹല്ലേലൂയ. പരാജയപ്പെടുത്താൻ ഈ ലോകത്തെ ഒരൊറ്റ ശക്തിക്കും സത്യമല്ല. കാരണം ഞങ്ങൾക്ക് യോർദാനെ ഹല്ലേലൂയ വറ്റിച്ച ശക്തി, ചെങ്കടലിനെ വിഭാഗിച്ചവന്റെ ശക്തി. ഹല്ലേലൂയ. ഈ രാത്രിക്കാലം ഞങ്ങൾ ഓർത്തുണ്ട്. എങ്കിൽ നമ്മൾ എന്താ പ്രിയമുള്ളവരെ ഭയപ്പെടുന്നത്? ആ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് ഹല്ലേലൂയ. അതേപോലെ പറഞ്ഞു, അവനെ പേടിക്കരുത്. അവൻ എത്ര രഥമെങ്കിലും ഉണ്ടായിരിക്കും, നമുക്ക് പേടിക്കണ്ട. ഈ 10,000 കണ്ട് നമുക്ക് പോവാം. അവളെ താഴ്വരയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഹല്ലേലൂയ. കാരണം അവക്കറിയാം, അവളോട് കൂടെയുള്ള, അവളോട് സംസാരിച്ച, അവൾക്ക് അധികാരം കൊടുത്തിരിക്കുന്ന ആ കർത്താവിന്റെ അധികാര ശക്തി അവളിൽ ഉള്ളിടത്തോളം ഇവന്റെ രഥവും ഇവന്റെ സൈന്യവും തകർന്നു പോകും. സ്തോത്രം. ഓർക്കണമേ, 10,000 പേര്. ഹല്ലേലൂയ. സ്തോത്രം. ഈ 900 പേര് എന്ത്? ഒന്ന് ഓർത്ത് നോക്ക് നിങ്ങൾ. 900 ഇരുമ്പ് രഥവും അതിന്റെ സൈന്യവുമായിട്ട് സിസരെ വന്നിരിക്കുമ്പോൾ വെറും 10,000 പേരെയും കൊണ്ട് ദെബോറായും ബാരാക്കും ഹല്ലേലൂയ ഹല്ലേലൂയ നഫ്താലിയും സെബൂലൂൻ സൈന്യമായിട്ട് അങ്ങോട്ട് പോവുക. സൈന്യം എത്ര? 10,000 പേര്. ഹല്ലേലൂയ. ഓർക്കണം. പക്ഷേ 10,000-ങ്ങളിലല്ല, ലക്ഷോവിലക്ഷത്തിലല്ല, സകലത്തിലും ശക്തിമാനായ ആകാശത്തിലും ആകാശത്തിലെ ഭൂമിയിലും അതിൽ ഉൾക്കൊള്ളാത്ത ശക്തിയുടെ ഉറവിടമായ കർത്താവ് എഴുന്നള്ളി അവരുടെ കൂടെ ഉള്ളപ്പോൾ നിന്റെ രഥം കത്തിപ്പോകും, നിന്റെ രഥം എരിഞ്ഞു പോകും. ഹല്ലേലൂയ. നിന്റെ സൈന്യമോ ചാമ്പലായി പോകും. കാരണം അവൻ ഹല്ലേലൂയ സമ്പൂർണനായ ശക്തിയുടെ ഉടമസ്ഥനാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട ക്രിസ്തു. ഓർക്കണമേ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും വെറുതെ ഒക്കെ തന്നെ ഇറങ്ങി തിരിച്ചതല്ല. ആ മൂലയ്ക്കുന്ന കയ്യും കാലും കാണിക്കുന്ന ഉമവിഗ്രഹത്തെയല്ല നമ്മൾ വിളിക്കുന്നത്. സ്തോത്രം. വെല്ലൊക്കെ തുള്ളി പറയുന്ന ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. വെളിച്ചപ്പാടനെയല്ല നമ്മൾ സേവിക്കുന്നത്. നമ്മൾ സേവിക്കുന്ന ജീവനുള്ള ദൈവമോ, അവന്റെ ശക്തിയുടെ ആഴം അളക്കുവാൻ ഈ ലോകത്തിലെ ഏത് ശക്തിക്ക് കഴിയും? അല്ലേ? ഒരൊറ്റ ശക്തിക്കും കഴിയത്തില്ല. അവന്റെ ശക്തിയുടെ മുൻപിൽ സകല ശക്തികളും തകർന്നു വീഴും. പ്രിയമുള്ളത്, ഹല്ലേലൂയ. ഒരു പ്രഭുക്കന്മാരും നിൽക്കത്തില്ല, ഒരു രാജാക്കന്മാരും നിൽക്കത്തില്ല, ഒരു സൈന്യാധിപന്മാരും നിൽക്കത്തില്ല. ഒറ്റ ഒരുത്തനും ആ ഹല്ലേലൂയ മഹിമയുടെ മുൻപിൽ നിൽക്കുവാൻ യാർക്ക് ധൈര്യം വരും? എന്നാൽ പ്രിയമുള്ളവരെ, ദൈവമക്കളെ നമുക്കത് അധികാരം തന്നിരിക്കുക. ഓർക്കണം. അമേരിക്കൻ പ്രസിഡന്റിന് ഈ മഹിമാസനത്തിന്റെ അടുത്തേക്ക് കടന്നിടാൻ പറ്റത്തില്ല. എന്നാൽ എന്നെ നിങ്ങളെ വിളിച്ചിരിക്കുകയാണ് കരുണ പിരിയുവാൻ, സഹായത്തിനുള്ള കൃപ ലഭിക്കാൻ എന്റെ അടുക്കേക്ക് കടന്നു പോയെന്ന് ഒട്ടും മടി കൂടാതെ വിളിച്ചിരിക്കുമ്പോൾ നമ്മളെന്തിനാ ഭയപ്പെടുന്നത്? സ്തോത്രം. ഈ രാത്രിക്കാലം ആത്മാവ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. ഹല്ലേലൂയ. ഏത് വിഷയത്തിന് ആവശ്യം, ഏത് വിഷയത്തിനാണ്, ഏത് ഹല്ലേലൂയ ഭാരവുമായിട്ടാണ് കടന്നു വന്നിരിക്കുന്നത്? കർത്താവ് പറയാണ്, സകല ഭാരങ്ങളെയും ഏറ്റെടുക്കുവാൻ കഴിവുള്ള ഹല്ലേലൂയ ഏത് സങ്കടവും ഏറ്റെടുക്കുവാൻ കഴിവുള്ളത്. ഹല്ലേലൂയ സ്തോത്രം. അധികാരത്തോട്ട് കടന്നു വന്നാൽ അവന്റെ മുൻപിൽ മലകൾ ഉരുകിപ്പോകും. ഹല്ലേലൂയ. പർവ്വതം പിൻവാങ്ങി പോകുന്നു പറയുന്നത്. എത്ര മഹാനായ ഈ ലോകത്തെ ഒരുത്തനെങ്കിലും ഒന്ന് ചെന്ന് നോക്കട്ടെ, എത്ര പർവ്വതമാ മാറിപ്പോന്നെന്ന് കാണാം. ഈ പഠിച്ചോണ്ട് നടക്കുകയല്ലാതെ ഒരു പ്രയോജനവുമില്ല. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. ഓർക്കണം, ഒരു ദൈവകൃപയുടെ ഒരു പൈതലിന്
ഹല്ലേലൂയ സ്തോത്രം. അധികാരം ലഭിച്ചിരിക്കുന്നെങ്കിൽ ഞാനും നിങ്ങൾ ഭയപ്പെടരുത്. നമുക്കൊരു ഹല്ലേലൂയ നമ്മൾ യുദ്ധക്കളത്തിലാണ് നിൽക്കുന്നത്. പലരും പലതും പറയും, വെറുതെയാണ് ആയി നോക്കി ഈന്തപ്പനയുടെ വീട്ടിലിരിക്കുക, പണിയൊന്നുമില്ലാതെ ഈന്തപ്പനയുടെ വീട്ടിൽ നേരം വെട്ട വൈകുന്നേരം വരെ അവിടെ ഇരിക്കുക. വഴി പോകുന്നവരോടെല്ലാം ന്യൂസ് പറയാൻ, പണം ഉണ്ടാക്കാൻ. സ്തോത്രം. ഓർക്കണം, ഈന്തപ്പനയുടെ തൊട്ടിലിരിക്കുന്നവർക്ക് ഒരധികാരമുണ്ടവർക്ക്. ഈ അധികാരം അവർക്ക് ഏത് യുദ്ധം വന്നാലും, ഏത് കൊടുങ്കാറ്റ് വന്നാലും, ഏത് കടലിളകി തിരമാല അടിച്ചു എന്ന് പടകിൽ കയറിയാലും അവർക്കൊരു കാര്യം അറിയാം, ഇതൊന്നും എന്നെ മുക്കിക്കളയത്തില്ല, ഈ കാറ്റൊന്നും എന്റെ പടകിനെ തകർത്ത് കളയത്തില്ല. കാരണമുണ്ട്, എന്റെ പടകിലുള്ളവൻ ഉറങ്ങിയാലും ഉണർന്നാലും അവൻ എനിക്ക് മതിയായവനാണ്, എനിക്ക് മതിയായവനാണെന്ന്. അവൻ ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും എന്റെ പടകിൽ കാറ്റടിച്ചാൽ, എന്റെ പടകിൽ വെള്ളം അടുത്ത് കയറിയാൽ, തിരമാല ഉയർന്ന വെള്ളമടിച്ചെന്റെ പടകിൽ കയറിയാൽ മുങ്ങിപ്പാൻ എന്റെ അപ്പൻ അനുവദിക്കത്തില്ല. അവൻ എന്റെ പേര് വിളിച്ചതാ, വെറുതെയല്ല നശിച്ചു പോകുന്ന സ്ഥാനത്തുനിന്ന് വിളിച്ചതാ. അന്ന് ഒരു കരമില്ലായിരുന്നു രക്ഷിക്കാൻ. അന്നൊരപ്പനില്ല, അമ്മയില്ല, സഹോദരങ്ങളില്ല, നാട്ടുകാരില്ല, വീട്ടുകാരില്ല, പ്രഭുക്കന്മാരില്ല, രാജാക്കന്മാരില്ല, പാർട്ടിക്കാരില്ല. അന്ന് വിടുവിക്കാനുണ്ടായിരുന്നത് എന്റെ നിലവിളി നാശകുഴിയിൽ നിന്ന് കേട്ടവൻ എന്നെ കരകയറ്റിയതാ. സ്തോത്രം. പറയാമോ നിങ്ങൾക്ക്? സ്തോത്രം. കരകയറ്റിയതായിട്ടാണ് നമ്മുടെ വാഴ്ച. ആ ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? ഇന്ന് രാത്രിക്കാലം വിടുതലാണ്, ഏത് വിഷയത്തിനും വിടുതലാണ്. സ്തോത്രം. ഒത്തു നോക്കണം, വിടുതലിന്റെ കരം നമ്മളോടിരിക്കും, നമ്മുടെ വിശ്വാസത്തിന്റെ സ്ഥിരതയാണ്. ഹല്ലേലൂയ സ്തോത്രം. അതാണ് പറഞ്ഞ കർത്തനുണ്ടോ എന്നൊന്ന് തട്ടി നോക്കണം. ഹല്ലേലൂയ സ്തോത്രം. ഈ രാത്രികാലം ആത്മാവിന്റെ അത്യന്ത ശക്തി ഹല്ലേലൂയ നമ്മൾ ഓരോരുത്തരും വ്യാപരിച്ചുകൊണ്ടിരിക്കണം. യേശു കർത്താവിന്റെ നാമത്തില് എല്ലാ പോരിനെയും തകർത്ത് കളയണം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. എല്ലാ ഹല്ലേലൂയ ഹല്ലേലൂയ ദുഷ്ട പോരിനെ യേശു കർത്താവിന്റെ നാമത്തില് ും വാരാക്കും സെബുലുവിനും 10,000 പേരുമായ താബോർ പർവ്വതത്തിൽ ഈ സിസരയും അവന്റെ സൈന്യവുമായി കയറിയിരിക്കുന്ന അതിന്റെ അടിവാരത്തിലേക്ക് ചെല്ലുകയാണ്. അവൻ പർവ്വതത്തിൽ നിൽക്കുകയാണ്, ഇവരടിവാരത്തിൽ കടന്നിരിക്കുകയാണ്. സ്തോത്രം. നോക്കിയാൽ ജയിക്കാനുള്ള യാതൊരു വഴിയുമില്ല. സിസരയ്ക്ക് അറിവ് കിട്ടി, ഇവരിലെന്ന് പർവ്വതത്തിൽ കയറിയിട്ടുണ്ടെന്ന് സിസരയ്ക്ക് അറിവ് കിട്ടി. അവര് പർവ്വതത്തിൽ കയറി നിൽക്കുക. സ്തോത്രം. താബോർ പർവ്വതത്തിന് ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ പർവ്വതം. ഹല്ലേലൂയ വാഴ്ത്തപ്പെട്ട കർത്താവ് വസിക്കുന്ന പർവ്വതം, അവൻ ഇറങ്ങി വരുന്ന പർവ്വതം. അവൻ ഹല്ലേലൂയ പർവ്വതത്തിലേക്കാണ് ഈ ഹല്ലേലൂയ പ്രവാചകയും ഭാരാക്കും സൈന്യമായിട്ട് ചെന്നിരിക്കുക. 10,000 പേരുമായിട്ട് ചെന്നിരിക്കുക. ഹല്ലേലൂയ. ഇത് അറിവ് കിട്ടിയപ്പോൾ തന്നെ സിസരയെ സൈന്യമായിട്ട് പുറപ്പെടുകയാണ്. സാധാരണക്കാർ ഞാനോ നിങ്ങളോ ആണെങ്കിൽ പേടിച്ചു പോകും, എങ്ങനെയാണ് ഇതിനോട് എതിരിടുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ ദെബോറയ്ക്കറിയാം ഈ ഹല്ലേലൂയ എങ്ങനെ എതിരിടണമെന്ന്. ഹല്ലേലൂയ സ്തോത്രം. പ്രിയമുള്ളവരെ, കൃപയുടെ പുതപ്പുണ്ടെങ്കിൽ എങ്ങനെയാണ് ജയിക്കേണ്ടതെന്ന് അറിയാം കേട്ടോ. ദാവീദിന് പ്രത്യേകിച്ച് അങ്ങോട്ട് പോയപ്പോഴേ 5 കല്ലിട്ട് സഞ്ചിക്കത്തിട്ടുകൊണ്ട് പോയതൊന്നുമല്ല. ഞാൻ കേട്ടിട്ടുണ്ട് പലരും പറയുന്ന 5 കല്ല് സഞ്ചിയിലുണ്ടായിരുന്നു. അങ്ങനെ അവൻ തോട്ടിൽ നിന്ന് മിനുസമുള്ള 5 കല്ല് കയ്യിലെടുത്തു. ഹല്ലേലൂയ ഭാഗം ഇപ്പൊ വായിക്കാൻ സമയമില്ല. അവൻ എടുത്ത കൃപയുള്ളവൻ അവൻ എടുക്കുന്ന കല്ലിലും അവന്റെ കൃപ വ്യാപരിച്ചുകൊണ്ടിരിക്കും. അവൻ വടിയെടുത്താൽ അവന്റെ കയ്യിൽ അധികാര ശക്തി വ്യാപരിക്കും. ഓർക്കണം. ഹല്ലേലൂയ സ്തോത്രം.
ഹല്ലേലൂയ. ഈ നിൽക്കുന്ന ഹല്ലേലൂയ ദൈവാലോചന പ്രകാരം ചെന്ന ഹല്ലേലൂയ സ്തോത്രം ദെബോരയ്ക്കും ബാരാക്കിനും 10,000 ഹല്ലേലൂയ സൈന്യത്തിനും ഉള്ളത് ഇത്രത്തോളം ശക്തിയുള്ള ബാരാക്ക് സിസരയോട് ജയിക്കാൻ ദൈവീക സാന്നിധ്യത്തിന്റെ അനുഭവത്തിലാണ് അവർ ചെന്നിരിക്കുന്നത്. സിസരയോ ജാതീക ശക്തികളെ വിളിച്ചോണ്ട് വന്നിരിക്കുന്നത്. ഓർക്കണം, അവന്റെ ജാതീക ശക്തിയും നമ്മുടെ കർത്താവിന്റെ ശക്തിയുമായിട്ട് നോക്കാം. ആളുബലത്തിലാണോ, സൈന്യബലത്താലാണോ, ശക്തിയാലാണോ? ശക്തിയിലും അവനാ ബലവാനായിട്ട് നിൽക്കുന്നത്. അവൻ ഭയങ്കരനായവനാണ്. എന്നാൽ സ്തോത്രം ഹല്ലേലൂയ ഹല്ലേലൂയ അഭിഷേകമുള്ള ദാവീദിന്റെ ഒറ്റക്കല്ലെറിഞ്ഞപ്പോൾ തന്നെ ഹല്ലേലൂയ വീരനായ ഗോലിയാത്ത് തകർന്നു വീണെങ്കിൽ ഇന്ന് രാത്രികാലം പ്രിയമുള്ളവരെ നമ്മൾ സേവിക്കുന്ന ഹല്ലേലൂയ നമ്മുടെ യേശു കർത്താവ് എത്ര ശക്തനായവനാണ്. അവൻ നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ ഈ ലോകത്തിലെ ഒരു ശത്രുവിനെയോ ഒരു രോഗത്തെയോ വെല്ലുവിളിയോ പ്രതികൂലങ്ങളെയോ പ്രതിബന്ധങ്ങളെയോ തകർച്ചയോ ഹല്ലേലൂയ ഹല്ലേലൂയ ജോലിയില്ലായ്മയോ ഭയപ്പെടേണ്ട കാര്യമുണ്ടോ? ഇല്ല. സ്തോത്രം. നമ്മുടെ കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. അവൻ നമ്മളെ വഴി നടത്താൻ ശക്തനാണ്. അവൻ നമ്മുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം വരുത്തുവാൻ ശക്തനാണ്. അവൻ നമ്മുടെ സകല രോഗബന്ധനങ്ങളെ അഴിച്ചു മാറ്റുവാൻ ശക്തനാണ്. ഹല്ലേലൂയ സ്തോത്രം. അവന്റെ സാന്നിധ്യം മാത്രം മതി നമ്മളോടുകൂടെ. ഹല്ലേലൂയ സ്തോത്രം. സിസ്രേ, നിന്റെ കൂട്ടുള്ള 900 ഇരുമ്പുരഥ ഞങ്ങൾക്ക് ആവശ്യമില്ല. ഹല്ലേലൂയ സ്തോത്രം. നിന്റെ സൈന്യം ബഹുത്വം പോലെ സൈന്യം ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങളുടെ ദൈവമായ യഹോവ ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഹല്ലേലൂയ. ഞങ്ങളുടെ ദൈവമായ യഹോവ ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഞങ്ങൾ ജയം പ്രാപിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരു സൈന്യവുമില്ലാണ് അശൂരിന്റെ ഹല്ലേലൂയ ഹല്ലേലൂയ 1000 ഹല്ലേലൂയ 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 85 185 55,000 ഹല്ലേലൂയ സൈന്യത്തെ ഹല്ലേലൂയ എന്റെ കർത്താവ് ഹല്ലേലൂയ ഹിസ്കിയാവിനെ ഹല്ലേലൂയ ഹല്ലേലൂയ തകർത്തുകൾ. ഹിസ്കിയാവിനെ തകർത്തത് ദൈവമായ കർത്താവ് ശവങ്ങളാക്കിയിട്ടെന്നാണ്. ഹല്ലേലൂയ. എത്ര അത്ഭുതകരമായ പ്രവൃത്തി നമ്മുടെ കർത്താവ് ചെയ്യാൻ കഴിയും. നമ്മളെന്തിനായി രാത്രിക്കാലം ഭീരുവാകുന്നു? ഏത് വിഷയമാണ് നമുക്കുള്ളത്? ഇന്ന് രാത്രിക്കാലം കർത്താവിനെ കരുതി അവൻ അത്ഭുതകരമായി അവളെ യുദ്ധത്തിന് ഇറങ്ങിത്തിരികയാണ്. ഹല്ലേലൂയ. അവൾ ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ അവളെ ഹല്ലേലൂയ അവളെ ഇന്ന് സിസ്രയെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നെന്ന് യഹോവ നിനക്ക് മുമ്പായി പുറപ്പെട്ടിരിക്കുന്നുവെന്നും പറഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ ബാരാക്കിനോട് യഹോവ നിനക്ക് സിസ്രയെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരികയാണ്. യഹോവ ഹല്ലേലൂയ നിനക്ക് മുമ്പായി യുദ്ധത്തിന് പുറപ്പെട്ടിട്ടുണ്ട്. പിന്നെന്തിനാ പേടിക്കുന്നേ? ഇന്നിവിടെ വന്നിരിക്കുന്ന ആർക്കാണ് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ഏതെങ്കിലും വിഷയത്തിന് ഭാരപ്പെട്ടിരിക്കുന്നു? നിങ്ങളുടെ മുമ്പായി കർത്താവ് പോയിരിക്കുന്നു. നിങ്ങളുടെ മുൻപായി കർത്താവ് ആ വിഷയത്തിന് വേണ്ടി ഇടപെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ആ വിഷയം കർത്താവിന്റെ കരുത്തിൽ കൊടുക്കുക. അവനത് നിർവഹിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. അവനത് നിർവഹിക്കുവാൻ പോവുകയാണ്. എത്ര കഠിനമേറിയതായിക്കോട്ടെ നിങ്ങൾക്ക് ഹല്ലേലൂയ അത് തരണം ചെയ്യാൻ കഴിയത്തില്ലായിരിക്കാം. ഈ സൈന്യത്തെ തരണം ചെയ്യാൻ കഴിയത്തില്ലെന്ന് ബാരാക്കിനൊരു തോന്നല് വന്നു. പക്ഷേ ദൈവമുള്ള ദെബോറ പറഞ്ഞു ഹല്ലേലൂയ സ്തോത്രം. ആലോചനയുള്ള ദെബോറ പറഞ്ഞു ഹല്ലേലൂയ ഭയപ്പെടണ്ട, സിസ്രയെ നിന്റെ കയ്യിലേൽപ്പിക്കും. നിന്റെ ദൈവമായ യഹോവ നിനക്ക് മുമ്പായി പോയിരിക്കും. ഹല്ലേലൂയ. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ആർക്കോ ഏതോ പ്രയാസത്തിന്റെ അനുഭവം, ഏതോ വിടുതലിന്റെ അനുഭവം, ഏതോ വിഷയത്തിന് വിടുതൽ കർത്താവ് മുൻപേ പോയിരിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ദൈവാത്മാവ് നമ്മളോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അവൻ നിന്നെ ഇന്ന് സിസ്രയെ നിന്റെ കയ്യിലേൽപ്പിക്കും.
ഹല്ലേലൂയ. അങ്ങനെ ബാരാക്ക് അവന്റെ പിന്നാലെ 10,000 പേരും താബോർ പർവ്വതത്തിൽ ഇറങ്ങിച്ചെന്നു. യഹോവ സിസ്രയെയും അവന്റെ സകല രഥങ്ങളെയും സൈന്യത്തെയും ബാരാക്കിന്റെ മുമ്പിൽ വാളിന്റെ വായ്ത്തര തോൽപ്പിച്ചു. എത്ര അതിശയമായ പ്രവൃത്തി! ഈ 10,000 പേരുടെ വാളിന്റെ വായ്ത്തരയാണ് 900 ഇരുമ്പരഥമുള്ള സിസരെ അവന്റെ സൈന്യത്തെ എല്ലാം കൊന്നൊടുക്കി. സിസരെ കൊന്നില്ല, അവന്റെ സൈന്യത്തെ. സിസരെ അതിലെ ഓടിപ്പോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. അവളെ ആലേലിന്റെ കൂടാരത്തിൽ ചെന്ന് കയറി. അത് കർത്താവിനെ ഓടിച്ചു വിട്ടതാ. അവൻ മിടുക്കനായിട്ട് അങ്ങ് ഓടിപ്പോയി രക്ഷപ്പെടാമെന്ന് വിചാരിച്ചു. അപ്പൊ കർത്താവ് പറഞ്ഞതാ, എവിടെ ഓടിയാലും എന്റെ വര നിനക്ക് വിരിച്ചിരിക്കാമെന്ന് നീ രക്ഷപ്പെടത്തില്ല. ശത്രുവിന് അങ്ങനെ ഒരു കാര്യം, ഇവനെ കളിപ്പിക്കാം, ദൈവമക്കളെ കളിപ്പിക്കാം, ഞാൻ അങ്ങ് മിടുക്കനാകാമെന്ന് വിചാരിക്കും. പക്ഷേ നമ്മുടെ ദൈവമായ കർത്താവ്, ആ കർത്താവിന്റെ വരയിൽ അവനെയാണ് പിടിച്ചു. ഓർക്കണം കേട്ടോ, എനിക്കും നിങ്ങൾക്കും ഏതെങ്കിലും ശത്രു കെണി വെച്ചിട്ടുണ്ടെങ്കിൽ ഓർക്കണം, ദൈവമായ കർത്താവ് ഒരു വല വിരിച്ചിട്ടുണ്ട് അവന് വേണ്ടി. ആ വലയിൽ അവനെ ആരെയും അകപ്പെടുത്തും, അവൻ രക്ഷപ്പെടത്തില്ല. സ്തോത്രം. കാരണം നമ്മൾ ഓരോരുത്തരും കർത്താവിന്റെ വകയാണ്. ചിലര് മിടുക്കരായിട്ട് ചിലർക്ക് പ്രവർത്തിച്ച് തകർത്ത് കളയാമെന്ന് വിചാരിക്കും. വെറുതെയാണ്. ഹല്ലേലൂയ. നമ്മുടെ ദൈവമായ കർത്താവ് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ആ ശത്രുവിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. അവൻ എത്ര രഥമായിരുന്നാലും, എത്ര ശക്തിയുള്ള ഹല്ലേലൂയ സൈന്യമുണ്ടായിരുന്നാലും, ആ ദൈവമായ കർത്താവ് യുദ്ധം ചെയ്തപ്പോൾ ഹല്ലേലൂയ അവൻ പരാജയപ്പെട്ട് സകലത്തെയും ഈ 10,000 പേരുടെ വാർത്തലയാൽ തകർത്ത് കളഞ്ഞു. ഓടിപ്പോയ സിസരെ ഹല്ലേലൂയ, ഹല്ലേലൂയ വശീകരിച്ച് കർത്താവ് കൊണ്ടുപോയി യായേലിന്റെ കൂടാരത്തോട്ട് കയറ്റി. അവൻ യായേലിന്റെ കൂടാരം അവന്റെ വീടിന് തൊട്ടടുത്തുള്ളതാണ്, അയൽക്കാരി ചതിക്കത്തില്ലെന്ന്. പക്ഷെ സിസരെ, നീയും അവളുമായിട്ടൊരു ഹല്ലേലൂയ ബന്ധമില്ല, അവളൊരു ദൈവ പൈതലാണ്. ഹല്ലേലൂയ. അവളോട് ആത്മാവ് പറഞ്ഞു കൊടുത്താൽ അവൾ ചെയ്തു. സ്തോത്രം. ഹല്ലേലൂയ. ചെന്നപ്പോൾ തണുപ്പേറിയത് കൊടുത്തു, പിന്നത്തേതിലോ തകർത്ത് കളഞ്ഞു. സ്തോത്രം. ഓർക്കണം, ഈ ശത്രുവിനെ തകർക്കാൻ ദൈവമക്കളെ തന്നെ ചിലപ്പോൾ അയൽക്കാരെ ആയിരിക്കും ഒരുക്കുന്നത്, ചിലപ്പോൾ വേറെ ഒരുത്തനെ ആയിരിക്കും ഒരുക്കുന്നത്. ദൈവമക്കളെ കളിപ്പിക്കാൻ നടക്കുന്നവരെ, ദൈവമക്കളെ പരാജയപ്പെടുത്താൻ നടക്കുന്നവരെ ദൈവം ഹല്ലേലൂയ ചിലർ കേൾപ്പിച്ചു കൊടുക്കും. ഹല്ലേലൂയ, സ്തോത്രം. ഓർക്കണം, ഞാനും നിങ്ങളും ചിലപ്പോൾ വിഷമിക്കയോ ഇവന് എന്നോട് ഇങ്ങനെ ചെയ്തത് എന്താണെന്ന്. ഹല്ലേലൂയ. ഓർക്കണമേ, ഹല്ലേലൂയ അവൻ ചെയ്തിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം അവന് കെണി വെച്ചോണ്ടിരിക്കുകയാണ്. ആ കെണി എപ്പോഴാ കർത്താവ് ആ കെണിയിൽ അവനെ അകപ്പെടുത്തുന്നെന്ന് അറിയത്തില്ല. ഹല്ലേലൂയ. അകപ്പെട്ടാൽ ഹല്ലേലൂയ, സ്തോത്രം, അടിച്ചിലിനകത്ത് എലി വീഴുന്ന പോലെ തന്നെ ഇരിക്കും. ഹല്ലേലൂയ. കഴുത്തിന് കമ്പി വീണ് കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. രാത്രികാലം പ്രിയമുള്ളവരെ, നമ്മളോട് കർത്താവ് സംസാരിക്കുകയാണ്. ശത്രുവിന്റെ ഏതെങ്കിലും പ്രവൃത്തി നമ്മുടെ മേലുണ്ടെങ്കിൽ നമ്മൾ ഭാരപ്പെടരുത്. തീർച്ചയായിട്ടും ശത്രു ഹല്ലേലൂയ കെണിയിൽ അകപ്പെടാൻ പോകും. ആ ശത്രു കെണിയിൽ അകപ്പെടാൻ പോകുകയാണ്. നമ്മൾ നമ്മുടെ ദൈവമായ കർത്താവുമായിട്ട് ഹല്ലേലൂയ ആ വ്യവഹാരം നടത്തിയാൽ മാത്രം മതി. ആ വ്യവഹാരം നമ്മുടെ കർത്താവുമായിട്ട് നടത്തിക്കൊള്ളണം. അവൻ നമ്മുടെ വ്യവഹാരം ശ്രദ്ധയോടെ തീർത്തു തരും. ഹല്ലേലൂയ. മറ്റാരെ ഏൽപ്പിക്കത്തില്ല. അവൻ ശ്രദ്ധയോടത് തീർത്തു തരുമ്പോൾ നമ്മുടെ ഹല്ലേലൂയ കാര്യങ്ങൾക്ക് സാധ്യത വരും. ഹല്ലേലൂയ. ഈ യുദ്ധം യഹോവയ്ക്കുള്ളതെന്ന് നന്നായി അറിയുന്നതേ പോലെ ആ യുദ്ധം യഹോവയുടെ കയ്യിലേക്ക്. ആ സമയത്ത് ഹല്ലേലൂയ സൈന്യം ആവശ്യമില്ല, ഹല്ലേലൂയ രഥം ആവശ്യമില്ല, വാൾ ആവശ്യമില്ല. അവരെ കടന്നുപോയി യുദ്ധം ചെയ്ത ഹല്ലേലൂയ എണ്ണത്തിന് ഒരുപാടല്ല. കർത്താവ് യുദ്ധം ചെയ്യുമ്പോൾ എണ്ണം വേണ്ട. ഹല്ലേലൂയ. വെറും 10,000 പേരെ കൊണ്ടാണ് കർത്താവ് വലിയ സൈന്യത്തെയും ഹല്ലേലൂയ ആ കുതിരയെയും പരാജയപ്പെടുത്തി. രാത്രികാലം ഈ വലിയവനായ കർത്താവ് നമുക്ക് ആശ്രയിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും.